ഹലോ ഗായ്സ്, നൈറ്റി കൊണ്ട് തയ്ച്ച ആ ഷോർട്ട് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ ആണ് കേട്ടോ നമ്മളിന്ന് കാണുന്നതേ. ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി ലേറ്റായി പോയെന്ന് എനിക്കറിയാം, അതുകൊണ്ട് സോറി ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ തുടങ്ങുന്നത്. സോ നല്ലൊരു എംബ്രോയ്ഡറി വർക്കുള്ള ഒരു നൈറ്റി ആയിരുന്നു ഇതിന്, ആ നെക്കിൻ്റെ പോർഷനിൽ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഞാൻ ആ ബട്ടണും ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് ആ എംബ്രോയ്ഡറി വർക്ക് ഒരു പോറലും വീഴാതെ ഇങ്ങനെ അഴിച്ചെടുക്കുന്നുണ്ട്. കത്രിക വെച്ച് വേണമെങ്കിൽ എളുപ്പത്തിൽ വെട്ടിയെടുക്കാനൊക്കെ പറ്റും, പക്ഷേ നമുക്ക് ആ ഒരു പെർഫെക്ഷന് കിട്ടണമെങ്കിൽ തുണി മുഴുവനും നമുക്ക് കിട്ടണം, ഫുൾ തികയണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ വൃത്തിയായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ ബ്ലേഡ് വെച്ച് തന്നെ അഴിച്ചെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ശരിക്കും പറഞ്ഞാൽ ചുരിദാറിനൊന്നും അല്ല, ഷോർട്ട് ടോപ്പിനാണ്. എന്നാലും ഞാനതങ്ങ് ബ്ലേഡൊക്കെ വെച്ച് നല്ല വൃത്തിയായിട്ട് തന്നെ അഴിച്ചെടുത്തു. ഈ നൈറ്റിയുടെ യോക്ക് പോർഷൻ വന്ന ഭാഗം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ആ 2 സ്കേർട്ട് പോർഷനും പിന്നെ നമ്മൾ ആ എംബ്രോയ്ഡറി വന്ന ആ ഒരു പാർട്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. സോ നമ്മൾ പതുക്കെ ഇതിലേക്ക് അടയാളപ്പെടുത്താനായിട്ട് തുടങ്ങുവാണ്. അപ്പം ഞാൻ ആദ്യം ഒരു 27 ഇഞ്ചാണ് നീളം കൊടുത്തത്. പിന്നെ അതിനനുസരിച്ച് ഇട്ട് നോക്കിയിട്ട് ഞാൻ ഓൾട്ടർ ചെയ്ത് മാറ്റുമായിരുന്നു, കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവ് അടയാളപ്പെടുത്തിയെടുക്കുക. ഇപ്പം ഞാനിവിടെ 27 ഇഞ്ചാണ് കേട്ടോ നീളം അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. നിങ്ങൾ ആ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാനൊരു മിൽക്ക് മെയ്ഡ് ടൈപ്പ് ടോപ്പാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ മാർക്കിംഗ് ആണ് നമ്മളിനി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ആ സ്കേർട്ട് പോർഷൻ കിട്ടിയ തുണി 2ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ആ സെൻറ്ററിൽ നിന്നും 12 ഇഞ്ചാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. നിങ്ങൾക്കതിപ്പോൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഞാൻ 12 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നു. കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ സെൻറ്ററിൽ നിന്നും വീണ്ടും ഒരു 4.25 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഈ 4.25 ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റും. അതായിരിക്കും നമ്മുടെ നടുക്കായിട്ട് വരുന്നത്, ടോപ്പിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് വരുന്നത്. അപ്പം നമുക്ക് 2 കഷ്ണം തുണി ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ കിട്ടും. സോ ആദ്യം നമ്മൾ 12 ഇഞ്ച് അടയാളപ്പെടുത്തി, അതിനുശേഷം നമ്മളൊരു 4.25 ഇഞ്ച് സെൻറ്ററിൽ നിന്നും അടയാളപ്പെടുത്തിയിട്ട് ആ ഭാഗം നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ ചെറിയൊരു ഡൗട്ട് ഉണ്ടാവും, പക്ഷേ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലായിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ ആ സെൻറ്ററിൽ നിന്ന് ആ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ നോക്കിയേ, നമുക്ക് 2 ഭാഗമാണ് കിട്ടിയേക്കുന്നത്. സെൻറ്ററിലേക്ക് വെക്കാനായിട്ടുള്ള 2 കഷ്ണം തുണി നമ്മളിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? 2 കഷ്ണം തുണിയാണ് നമ്മളിപ്പോൾ ഇവിടുന്ന് മാറ്റുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ സൈഡിലേക്കുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുന്നത്. സോ നമ്മൾ ആ 12 ഇഞ്ചിൽ നിന്നുമാണ് 4.25 വെട്ടി മാറ്റിയത്. ബാക്കിയുള്ളത് 12 ഇഞ്ചിൽ ബാക്കിയുള്ള ഭാഗം നമ്മളിതേ ഇപ്പം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ സൈഡുകളിലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 പീസ് തുണിയാണ് ഇപ്പോൾ കട്ട് ചെയ്തതിൽ നിന്നും കിട്ടുക. കണ്ടില്ലേ? 4 പീസ് തുണി. സോ ഞാനിതിന് ലൈനിങ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ലൈനിങ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം, അത് നമ്മുടെ തുണിയുടെ രീതി പോലെ ഇരിക്കും. ഞാൻ എന്താണെങ്കിലും ലൈനിങ് വെക്കുന്നുണ്ട്. ഞാൻ ലൈനിങ് എടുത്തത് 1 മീറ്റർ ആയിരുന്നു. സോ തികയാൻ വേണ്ടിയിട്ട് ഞാൻ അറ്റത്തു നിന്നൊക്കെ തന്നെയാണ് ഇട്ട് വെട്ടിയെടുക്കുന്നത്. നമുക്ക് എന്താണെങ്കിലും സൈഡിലേക്ക് 4 പീസ് ലൈനിങ് വേണം, പിന്നെ സെൻറ്ററിൽ വരുമ്പോഴത്തേനും 2 വലിയ പീസും ആവശ്യമായിട്ടുണ്ട്. സോ ഞാൻ ലൈനിങ് എല്ലാം വെട്ടി മാറ്റിയിട്ടുണ്ട്. ഇത്രയും നമ്മൾ കട്ടിങ് വീഡിയോ ആണ് കണ്ടത്. ഇനി സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.